ഞാനെന്തിനാ ഈ മുറമൊക്കെ കൊണ്ട് ഇറങ്ങിയേക്കുന്നതെന്നല്ലേ. നമുക്കിന്ന് നമ്മുടെ 1 സെൻറ്റ് ഭൂമിയിലെ കൃഷിയുടെ ബാക്കി ഭാഗം കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് പറിക്കാൻ പോകുന്നത് നമ്മുടെ കോളിഫ്ലവറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ കോളിഫ്ലവർ നല്ല റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഈ കോളിഫ്ലവർ അങ്ങ് പറിച്ചേക്കാമെന്ന് ഓർത്തു. ഇവിടെയും ഉണ്ട്, ഇവിടെ ഒരു കോളിഫ്ലവർ നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് കാബേജും ഉണ്ട്, അതും കൂടെ പറിച്ചെടുത്തേക്കാമെന്ന് ഓർത്തു. കോളിഫ്ലവർ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുവാണേ. കോളിഫ്ലവർ കട്ട് ചെയ്യാനൊന്നും എനിക്ക് അത്ര പിടുത്തമില്ല. സൂപ്പർ കോളിഫ്ലവർ ഒരെണ്ണം പറിച്ച് വെച്ച് കുറയ്ക്കാം. ഇനി അടുത്ത കോളിഫ്ലവർ പറിച്ചു. കാബേജ് പറിച്ചെടുത്താലോ? ചെറിയ കാബേജ്. ഇവിടെയും നമുക്കൊരു കാബേജ് നിൽക്കുന്നുണ്ട്. ഇവിടെ സ്പ്രൗട്ട്സ് നിൽപ്പുണ്ട് കേട്ടോ. ഇത് ബ്രൊക്കോളിയുടെ സ്പ്രൗട്ട്സ് ആണ്. ഇതിങ്ങനെ വലുതായി ഫ്ലവർ പോലെ ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ പറിക്കുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് പറിക്കാം. ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ 3-4 ചുവട് നമുക്കിവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഞാനത് പറിക്കുന്നില്ല. ഇന്നുണ്ടോ വേറൊരു കാര്യം, ഇതൊരു പർപ്പിൾ കാബേജ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇതിങ്ങനെ മുട്ട കാബേജ് ആയിട്ട് വന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കാരണം അറിയാമെങ്കിലും ഒന്ന് പറയണം കേട്ടോ. ഇതിങ്ങനെ മുട്ട കാബേജ് ആയിട്ട് വന്നില്ല. ഇങ്ങനെ ഇല ഇങ്ങനെ വിരിഞ്ഞു പോയി. ഒന്നെങ്കിൽ ഇത് ക്ലൈമറ്റിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ വളത്തിൻ്റെയോ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. ഈ കാബേജിൻ്റെ ഇല മുഴുവൻ ഇങ്ങനെ വിരിഞ്ഞു പോയി. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ നമുക്ക് തോരൻ വെക്കായിരിക്കും കേട്ടോ. ഇതുണ്ട്, ഇവിടെ 2-3 ചൂടുണ്ട്. ഇതുണ്ടോ, ഇവിടെയും ഉണ്ട്. ഇതിങ്ങനെ റൗണ്ടായിട്ട് വന്നില്ല. ഇത് ചെറിയൊരു റൗണ്ടായിട്ട് അകത്തിങ്ങനെ നിൽപ്പുണ്ട്. പക്ഷെ വെളിയിലേക്ക് മുട്ടയായിട്ട് വന്നിട്ടില്ല. സോ ആർക്കെങ്കിലും ഇതിൻ്റെ കാരണം അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ഈ ക്യാബേജ് ഈ പർപ്പിൾ കാബേജ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളതിൻ്റെ ഒരു കമൻറ്റ് ഇട്ടേക്കണേ. കുറച്ച് ചെറിയ ഉള്ളി ഇവിടെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നേ. ഇങ്ങോട്ട് നോക്കി, ഇത് കണ്ടോ. ഇതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളി പറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പറിച്ചെടുത്ത് നോക്കാം ഇതിനകത്ത് ചെറിയ ഉള്ളി എന്തേലും ഉണ്ടെന്ന് കേട്ടോ. ഇത് ഒരു ഉള്ളി നട്ട് വെച്ചതാ. ഇത് കണ്ടോ. ഇതിനകത്ത് ഇത്രയും ഉള്ളിയായി. എനിക്ക് തോന്നുന്നത് എത്ര 3 6 8 ഉള്ളിയുണ്ട്. ഒരു ഉള്ളി നട്ടെടുത്ത് 8 ഉള്ളിയോളം വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കി ഉള്ളിയും കൂടെ ഒന്ന് പറിച്ചെടുക്കാവേ. നമ്മൾ വെറും 5-6 ഉള്ളി നട്ടു വെച്ചതാണല്ലോ ഇത് കേട്ടോ. നമുക്ക് ഒരു ചോടി തന്നെ നല്ലപോലെ ഉള്ളി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ ഒരു ചോടിയിൽ നിന്നുണ്ടായ ഉള്ളിയായത്. ഒരു ഉള്ളി നട്ടു വെച്ചതാണേ, കുറേ ഉള്ളി ഉണ്ടായി. കുറച്ചുള്ളി നമ്മൾ പറിച്ചെടുത്തു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1/4 കിലോ ഉള്ളിയോളം ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉള്ളി ഇനിയും നട്ടു വെച്ചിട്ടുണ്ട് ചാക്കിനകത്ത്. അത് പറിക്കാറായിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിക്കൊക്കെ ഇവിടെ ഭയങ്കര വിലയാണേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉള്ളി, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഉള്ളി ഉണ്ടെങ്കിൽ, ഞാൻ വെറുതെ ഇങ്ങനെ കിളുത്ത് വന്ന ഉള്ളി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ കുറച്ച് ഉള്ളി കിളുത്ത് കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ ആ കിളുത്ത ഉള്ളി ഞാൻ വെറുതെ ഇങ്ങനെ മണ്ണിനകത്തേക്ക് ഇങ്ങനെ വെച്ചതാണ്. അപ്പം വേണ്ട, നമുക്കിപ്പോൾ ഇത്രയും ഉള്ളി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ക്യാപ്സിക്കം കണ്ടോ. 1 2 3 4 5 6 ക്യാപ്സിക്കം നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടോ. ഇത് റെഡ് ക്യാപ്സിക്കം ആണേ. കണ്ടോ, ക്യാപ്സിക്കം കിടപ്പുണ്ട്. ഇവിടെയും ക്യാപ്സിക്കം ഉണ്ട്. ഇതും ക്യാപ്സിക്കമാണ്, ചെറിയ തൈയാണ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ പച്ചമുളകാണ്. ഇത് കണ്ടോ നിൽക്കുന്നത് പച്ചമുളക്, നമ്മുടെ നാട്ടിലെ പച്ചമുളകായതേ. പിന്നെ ഇവിടെ നമുക്ക് വഴുതനങ്ങ നിൽപ്പുണ്ട്.
വഴുതനങ്ങ കണ്ട ഉണ്ട വഴുതനങ്ങ ഇവിടെ നിൽപ്പുണ്ട്. സവോള നട്ടില്ലേ, അത് പറിച്ചിട്ട് ഇവിടെ എല്ലാം ചീര നട്ടു വെച്ചേക്കുന്ന കേട്ടോ. അത് സവോള പറിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ ചീര നട്ടായിരുന്നു. അപ്പോൾ ചീര ഇങ്ങനെ കിളുത്ത് വരുന്നുണ്ട്. വളരെ അധികം ചീരയുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പാടം പോലെ ചീര നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ മുന്തിരിയൊക്കെ പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, മൂത്ത് വരുന്നുണ്ട്, കളറൊക്കെ മാറി വരുന്നുണ്ട് മുന്തിരിക്ക്, കണ്ടോ. പിന്നെ നമ്മുടെ തക്കാളി ഇവിടെ നിൽപ്പുണ്ട്. തക്കാളി ഇല്ല, ടൊമാറ്റോ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെ കൊലകൊലയായിട്ട് കിടപ്പുണ്ട്. ഇതേലൊക്കെ കിടപ്പുണ്ട്. ഇത് കുറച്ച് വലിയ തക്കാളിയാ. പിന്നെ നമുക്ക് ചെറിയ തക്കാളിയും ഉണ്ട്. നമുക്ക് മണിത്തക്കാളി ഉണ്ട് ഇവിടെ കേട്ടോ. ഇത് കണ്ടോ, മണിത്തക്കാളി നിൽക്കുന്നുണ്ടോ, കൊലകൊലയായിട്ട് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം നിൽക്കുന്നുണ്ട് മണിത്തക്കാളി. ഇത് നമ്മുടെ പയറാണ് കേട്ടോ, നമ്മുടെ വാളരിപ്പയറാണിത്. ഇതുണ്ട്, ഇവിടെ പയറുണ്ടായി കിടപ്പുണ്ട്. ചെറുതായിട്ട് ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇവിടെ ഒരു വലിയ പയർ കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഒരു വലിയ പയറോടെ കിടക്കുന്നതാണ്. ഇത് നിങ്ങൾ കണ്ടോ, എന്നെ അടിപൊളിയാന്ന് നോക്കി ഇത് കാണാനായിട്ട്. കണ്ടോ, നല്ല സൂര്യൻ നിൽക്കുന്ന പോലുണ്ട്, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന പൂവ്. ഇത് നമുക്ക് അവിടെ ഒരു 3-4 നിൽപ്പുണ്ട് ആ സൈഡില്. കണ്ടോ, ആ സൈഡിൽ നമുക്ക് 3-4 സൂര്യകാന്തി പൂ നിൽപ്പുണ്ട്. റോസയുടെ ഒക്കെ നടുക്കായിട്ട് ഒരു ഒറ്റയായിട്ടൊരു പൂ ഉണ്ടായിരിക്കുന്നതാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമുക്ക് വിത്തെടുത്ത് വെക്കാം കേട്ടോ. അടുത്ത വർഷത്തേക്ക് നമുക്ക് വിത്ത് ഇതിനകത്ത് നിന്ന് എടുക്കാം. ഇത് നല്ല പൂവെല്ലാം ഇത് പൊഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിനകത്ത് വിത്തുണ്ടാകും. എന്നിട്ട് നമുക്ക് വിത്തെടുത്ത് വെക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഹെർബ്സ് ഉണ്ട്. ഇത് കണ്ടോ, നമ്മുടെ പുതിനച്ചെടി നിൽക്കുന്നുണ്ടോ, ഇത് കണ്ടോ നിങ്ങളെ, കണ്ടാ. ഇത് നമ്മുടെ പുതിനയുടെ ചെടിയാട്ടോ. ഇത് കണ്ട ചെടിച്ചട്ടിക്കകത്താണ് നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ അടിയിൽ കൂടെ എല്ലാം വേരിറങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും പുതിനച്ചെടി എവിടെയെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടോ പുതിനച്ചെടി നിൽക്കുന്നേ, നല്ല മണമുണ്ട് കേട്ടോ. നല്ല ചായക്കകത്തൊക്കെ ഇടാം, നല്ല സൂപ്പറാണ്. ചമ്മന്തി അരയ്ക്കാം, ചായക്കകത്ത് ഇടാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചെടി? കണ്ടോ, നല്ല വള്ളി പോലെ ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു ചെടിയാണ്. ഇതാണ് നമ്മുടെ ഒറിഗാനോ. ഇതാണ് ഒറിഗാനോയുടെ പച്ചച്ചെടി. നമ്മൾ സാധാരണ ഒറിഗാനോ പൗഡർ അല്ലേ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത്, നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ നേരവും പാസ്ത ഉണ്ടാക്കാൻ നേരവും ഒക്കെ. പക്ഷെ ഇത് ഒറിഗാനോയുടെ ഒറിജിനൽ പച്ച ചെടിയാണ് കേട്ടോ. കണ്ടോ, ഇത് നല്ല തുളസിയുടെ മണമാണ് കേട്ടോ. തക്കാളിയുടെ മഞ്ഞ തക്കാളിയാണ്. കണ്ടാ കിടക്കുന്നേ, ഈ കൊലകൊലയായിട്ട് കിടക്കുന്ന എല്ലാം മഞ്ഞ. കണ്ടോ, എന്ത് രസം കിടക്കുന്നതാണ്. നല്ല മുന്തിരിക്കൊല പോലെ കിടക്കുന്നു. കണ്ടോ, ഇതെല്ലാം മഞ്ഞ മണിത്തക്കാളി കേട്ടോ, ബേബി ടൊമാറ്റോ. തക്കാളി കിടക്കുന്ന കണ്ടോ, കണ്ടോ, കൊലയായിട്ട് ഇങ്ങനെ തറയെ മുട്ടി കിടക്കുക കേട്ടോ. ഇവിടെയൊക്കെ തറയെ മുട്ടി തക്കാളി കിടപ്പുണ്ടേ. ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ച് കെട്ടാനുള്ള തക്കാളികളോ. അത് കണ്ടോ, ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഞാൻ വെറുതെ കടയിൽ നിന്ന് മത്തങ്ങ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കുഴി കൊണ്ടിട്ടോ കേട്ടോ. നമുക്ക് തോരൻ വെക്കാൻ പറ്റും ഈ മത്തയില പറിക്കാമെങ്കിൽ. മത്തങ്ങ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇല പറിച്ച് നമുക്ക് എന്തായാലും തോരൻ വെക്കാം. എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഈ സാധനം? ഇത് ചോളമാണ് കേട്ടോ. ചോളം വെറുതെ കുരു ഇങ്ങനെ ഇട്ട് നോക്കിയിട്ടാണ്. ചോളം ഉണ്ടാകാമെന്ന് അറിയാൻ വേണ്ടി ഇട്ടേക്കുന്നതാണേ. നമുക്ക് നോക്കാം ചോളം ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. പക്ഷേ ഇത് അടുപ്പിച്ചടുപ്പിച്ചാണ് നട്ടേക്കുന്നത്. പറിച്ച് ആ ബീട്രൂട്ട് പറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 2 ബീട്രൂട്ടും കൂടെ പറിച്ചുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ നമ്മൾ 2 ബീട്രൂട്ട് പറിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ബീട്രൂട്ടൊന്നും പറിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, ഇതിൻ്റെ അരി നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അരി കുറച്ച് നമുക്ക് പറിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ബീട്രൂട്ട് പറിക്കാത്തത്. കണ്ടോ, ഈ അരി ഉണങ്ങിയിട്ട് ഇത് പറിച്ചെടുത്ത് അടുത്ത പ്രാവശ്യം നമ്മൾ ബീട്രൂട്ട് നമ്മൾ തൈ നടുമ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ തൈ ഉണ്ടാക്കി എടുക്കാമല്ലോ. ഈ പ്രാവശ്യം ഞങ്ങൾ തൈ മേടിക്കുമായിരുന്നു. അടുത്ത വർഷം നമുക്ക് തന്നെ തൈ ഉണ്ടാക്കി എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മളിങ്ങനെ ഈ പൂവെല്ലാം ഇങ്ങനെ നിർത്തിയേക്കുന്നത്. കുറച്ച് ഇല പറിച്ച് തോരൻ. ഇല എനിക്ക് കളയാനായിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇത് നല്ല റിച്ച് ഇൻ വൈറ്റമിൻ എ ആണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഇല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ ചാനലിൽ ബീട്രൂട്ടിൻ്റെ ഇല തോരൻ വെച്ചും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കോളിഫ്ലവർ നമ്മൾ പറിച്ചെടുത്തത്. നല്ല അടിപൊളിയായിട്ടല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ. നമ്മൾ പക്ഷേ ഇതിന് പ്രത്യേക വളമൊന്നും ചേർത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും ചിലപ്പം കാബേജൊന്നും അധികം വലുതായില്ല. കണ്ടോ, ഇത്രയും വലിപ്പം വെച്ചുള്ളൂ കാബേജൊക്കെ. ഇവർക്കും ഓഫൊക്കെ ഉള്ളപ്പോഴാണ് ഞങ്ങൾ സാധാരണ ഈ തോട്ടത്തിലേക്കൊക്കെ ഇറങ്ങുന്നത്. തോട്ടം എന്നൊക്കെ പറയാം, 1 സെൻറ്റ് ഭൂമിയേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ തോട്ടം എന്നൊക്കെ പറയും. നമ്മുടെ ഒരു ആഗ്രഹമല്ലേ ഇതെല്ലാം ഇങ്ങനെ പറിച്ച് എന്താ പറയുന്നത് കഴിക്കണം എന്നുള്ളതേ. ഞാൻ വീടിനകത്തേക്ക് കയറി പുറത്തുനിന്നേ.
നിങ്ങളെ ഈ മല്ലിയിലൊന്ന് കാണിക്കാനായിട്ട്. കണ്ടോ, ഇത് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ മല്ലിയുടെ വിത്ത് കൊണ്ടുവന്നതാണ്. എന്നിട്ട് മണ്ണിനകത്ത് വെറുതെ, ഇതിന് പ്രത്യേക പരിപാലനം ഒന്നും വേണ്ട കേട്ടോ. ഇത് വെറുതെ മണ്ണിനകത്ത് ഇട്ടിട്ട് അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാ ദിവസവും വെള്ളം തളിച്ചാൽ മതി. ഇതിങ്ങനെ മല്ലി ഇങ്ങനെ കിളുത്ത് വന്നോളൂ. നമുക്ക് സാമ്പാറിനകത്ത് ഇടാം, ചിക്കൻ കറിക്കകത്ത് ഇടാം, അതുപോലെ തന്നെ ചമ്മന്തി അരയ്ക്കാം. ഇതുകൊണ്ട് ഇപ്പോൾ വീടിനകത്ത് നിൽക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ട്. പുറത്തോട്ട് വെക്കേണ്ട ആവശ്യമില്ല, ഇത് വീടിനകത്ത് തന്നെ നിന്ന് വളർന്നോളൂ. കണ്ടോ മല്ലിയില കണ്ടോ? ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. താങ്ക്